പശ്ചിമേഷ്യൻ സംഘർഷവും രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയും ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് യോഗം. യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞത് ഇറാൻ സംഘർഷത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നതാണ്. അതാണ് മുമ്പും ഇന്ത്യയുടെ നിലപാടെന്ന്. പക്ഷേ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ഈ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ നയതന്ത്രം അല്ലെങ്കിൽ എന്നത് ഒരു വ്യക്തിപരമായ നയതന്ത്രമാണ്. അത് ട്രംപിന് കൃത്യമായി അറിയാം മോദി എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നതാണ്. ഇന്നത്തെ സർവകക്ഷി യോഗത്തിലും അത്തരത്തിലുള്ള ഒരു ഹീറ്റഡ് ഡിബേറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. ഈ പശ്ചിമേഷ്യൻ സംഘർഷം, ഒപ്പം തന്നെ രാജ്യത്തുണ്ടായ ഊർജ്ജ പ്രതിസന്ധി എന്നിവ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് ഈ സർവകക്ഷി യോഗം നടക്കുക. സർവകക്ഷി യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൽ ആണ് പ്രചരണവുമായി ബന്ധപ്പെട്ട്. എന്നാൽ മറ്റ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പങ്കാളിത്തം ഈ സർവകക്ഷി യോഗത്തിൽ ഉണ്ടാകും എന്നാണ് നിലവിൽ ലഭ്യമാക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ സർവകക്ഷി യോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയ പ്രസ്താവനയിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആശങ്കാജനകമാണ് എന്നും ഒപ്പം തന്നെ ഈ സാഹചര്യങ്ങളെ നേരിടുന്നതിനായി സ്വീകരിച്ച ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോവിഡിന് സമാനമായ ഒരു തരത്തിൽ ഒറ്റക്കെട്ടായി രാജ്യം ഇതിനെ നേരിടേണ്ടത് ആവശ്യമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൂടാതെ ദീർഘകാല ആഘാതം ഈ ഒരു സംഘർഷം രാജ്യത്ത് ഉണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ ഒരു യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടപ്പാക്കാനുള്ള ഒരു ആലോചനയാണ് സർക്കാരിനുള്ളത് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിന് പിന്നാലെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പാർലമെന്റിൽ വിശദമായ ചർച്ച വേണമെന്ന ആവശ്യമാണ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പാദത്തിന്റെ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസ്താവന നടത്തുക മാത്രമാണ് ഉണ്ടായത്. പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷം ഈ സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കും. രാജ്യത്തിന്റെ വിദേശ നയത്തിലുണ്ടായ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും ഇന്ന് നടക്കുന്ന യോഗം, അതിലെടുക്കുന്ന തീരുമാനങ്ങൾ, പ്രതിപക്ഷം ഈ യോഗത്തിലെടുക്കുന്ന നിലപാട് എന്നിവ നിർണായകമാക്കും. നിർണായക തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ പൂർണ്ണ പിന്തുണ കൂടി ഉറപ്പാക്കുക എന്നാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ അതുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമാക്കുന്നതും. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ മെഡിക്കൽ ഉപകരണങ്ങളുടെ വിലയിലടക്കം, അത് കാരണം ഈ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളുടെയൊക്കെ ലഭ്യത കുറവ് അല്ലെങ്കിൽ അതിൻ്റെ വില കൂടുതലൊക്കെ ബാധിച്ചേക്കാം. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിലവർദ്ധനയിലേക്കൊക്കെ പോയേക്കാമെന്നൊക്കെയുള്ള സൂചനകൾ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മറ്റ് മേഖലയിലേക്ക് നേരിട്ട് ഇന്ധനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം, വിലയ്ക്കപ്പുറത്തേക്ക് മറ്റേതൊക്കെ മേഖലകളിലേക്ക് നിയന്ത്രണം വരും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്നത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം അറിയാം. അത്തരത്തിലുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.